ഒരുക്കങ്ങൾ എന്തായി? ആ കഴിയാറായി. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കൊള്ളാം, അതിനുള്ള സാഹചര്യമായിരുന്നു ഇവിടെ. ഇത് തന്നെ എന്തായി തീരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്റെ പേടിയും അത് തന്നെയാ. അല്ല, ദിനേശ് ചേട്ടൻ ഇവിടെ ഉണ്ടാവുമെന്നാ ഞാൻ കരുതിയേ. ഓ, ദിനേശ് ഞങ്ങളൊരു കോൾ വന്നപ്പോ പുറത്തേക്ക് പോയി. ഇതാണ് സഞ്ജുവിന്റെ മുറി. അതെ. എന്നിട്ട് എന്തിനാ കാവേരിയപ്പച്ചനെ മറ്റൊരു മുറി കൊണ്ടുപോയത്? അത് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല. അച്ഛനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിന്നെ പുറത്തു കൊണ്ട് വന്നാ മതിയെന്ന് കരുതിയിട്ടാ. ഞാൻ അതിനല്ലേ പിന്നീട് വന്നത്. അപ്പൊ നീ എടുത്തു ചാടി ഓടുകയും ചെയ്തു. ഞാനെന്നല്ല, ആരായാലും പേടിച്ചു പോവില്ലേ? അപ്പച്ചി എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മുറി പൂട്ടിയില്ലെങ്കിലും ഞാൻ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഇതാരാ? ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആളാ? ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഞാനിവിടുത്തെ ജോലിക്കാരൻ തന്നെയാ. ജോലിക്കാരനായിട്ടല്ല ഞങ്ങൾ ഇവനെ കാണുന്നത്. ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് രാജു. രാജു എന്നാണല്ലേ പേര്? ഞാൻ രാജുവേട്ടാന്ന് വിളിക്കട്ടെ? അങ്ങനെയായിരുന്നല്ലോ അമ്മ ഇന്നലെ വരെ എന്നെ വിളിച്ചോണ്ടിരുന്നത്. രാജുവേട്ടന് ഓർമ്മയില്ലെന്ന് മാത്രം അമ്മ പറയരുത്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. അയ്യോ, നിങ്ങൾ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ലച്ചുവാണെന്ന് എത്ര വട്ടം പറഞ്ഞു? ഇവിടെ അമ്മ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നോ? എന്നെപ്പോലെ ഇരിക്കുന്നൊരു കുട്ടി? അങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നു. ഏകദേശം ലച്ചുനെ പോലെ തന്നെ അവളും. ശ്രീക്കുട്ടി അവളെ അനിയത്തി പോലെ കണ്ടത്. ഞാൻ ലച്ചുവാ. മറ്റൊരാളുടെ പേരിട്ട് ആരെന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ അമ്മ സഞ്ജുവേട്ടന്റെ ഭാര്യ ആയിരുന്നില്ല. ഞാൻ സഞ്ജുവേട്ടന്റെ ഭാര്യയല്ലേ? നിങ്ങൾക്ക് അതല്ലേ നോക്കണ്ടേ? അവൾക്കൊന്നും ഓർമ്മയില്ല. അവളറിയാത്ത ഒരാളുടെ പേര് അവളെ വിളിക്കാതിരിക്കുന്നത് നല്ലത്. അത് അവളോട് ചെയ്യുന്ന ദ്രോഹം. എന്തെങ്കിലും ഒരു ഓർമ്മ വരട്ടെ എന്ന് കരുതിയല്ലേ അങ്ങനെ വിളിക്കുന്നെ. അവളെ മടക്കിക്കൊണ്ട് വരാതിരിക്കുന്നതല്ലേ ശരിക്കും നമ്മൾ അവളോട് ചെയ്യുന്ന ദ്രോഹം.